സ്നേഹമുള്ളവരെ, സ്വർഗം നേടുക, സ്വർഗത്തിലേക്ക് എത്തുക എന്നുള്ളത് അത് എല്ലാ വിശ്വാസങ്ങളുടെയും എല്ലാ മത ആചാരങ്ങളുടെയും വലിയ ഒരു ലക്ഷ്യമാണ്. അതിനുവേണ്ടി നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രാർത്ഥിക്കുന്നു, ദേവാലയങ്ങളിൽ പോകുന്നു, നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ പലപ്പോഴും ഈ സ്വർഗത്തിലേക്കുള്ള വഴി അല്പം രഹസ്യം നിറഞ്ഞതാണ്. അതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ലാസറിൻ്റെയും ആ ധനവാന്റെയും കഥയിൽ നമ്മൾ കേൾക്കുന്നത്. ലാസർ ദരിദ്രനായിരുന്നു, രോഗിയായിരുന്നു, ഒത്തിരി അവശതകൾ അനുഭവിച്ചവനായിരുന്നു. പക്ഷേ അയാൾ മരണശേഷം അബ്രഹാമിൻ്റെ മടിയിലേക്ക് എടുക്കപ്പെടുകയാണ്. ഈ അബ്രഹാമിൻ്റെ മടി എന്നുള്ള ആ പ്രയോഗം അത് വിശുദ്ധ ഗ്രന്ഥത്തിൽ പരമമായിട്ടുള്ള സന്തോഷത്തിൻ്റെ അവസ്ഥയെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. നമ്മുടെ സ്വർഗം എന്ന പ്രയോഗത്തിന് തുല്യം. പക്ഷേ ഈ ലാസർ ഈ സ്വർഗം നേടുവാനായിട്ട്, ഈ സന്തോഷം നേടുവാനായിട്ട് എന്താണ് ചെയ്തത്? സത്യത്തിൽ സുവിശേഷത്തിൽ നമ്മൾ അതിനെപ്പറ്റി ഒന്നും കേൾക്കുന്നില്ല. എന്നാൽ ഇയാൾക്ക് എതിർവശത്ത് നിൽക്കുന്ന ആ ധനികൻ, അയാളെപ്പറ്റി സുവിശേഷം പറയുന്നത് അയാൾ സുഖലോലുപതയിൽ ജീവിച്ചു എന്നുള്ളതാണ്. അയാൾക്ക് ജീവിതത്തിൽ എല്ലാ സന്തോഷങ്ങളും ഉണ്ടായി. പക്ഷേ അവസാനം അയാൾക്ക് എല്ലാം നഷ്ടമാവുകയാണ്. ഈ ധനവാനും മരിച്ചു, അടക്കപ്പെട്ടു. യഹൂദന്മാർ ഈ സ്ഥലത്തെ മിക്കവാറും വിശേഷിപ്പിക്കുന്നത് ഷെയോളിൻ്റെ മടിത്തട്ടെന്ന. അത് പീഡകളുടെ, വേദനകളുടെ ഒരു ലോകമാണ്. നമ്മുടെ ഭാഷയിൽ നരകം, സ്വർഗത്തിന് വിപരീതമായിട്ടുള്ളത്. ലാസറിന് തൻ്റെ ജീവിതകാലത്ത് അയാളുടെ വേദനയിൽ ആശ്വസിപ്പിക്കുവാനായിട്ട് നായകളെങ്കിലും കൂടെ ഉണ്ടായിരുന്നു. യഹൂദരുടെ സംസ്കാരത്തിൽ നായകൾക്ക് അത്ര നല്ല സ്ഥാനമായിരുന്നില്ല ഉണ്ടായിരുന്നത്. എങ്കിലും ഈ ലാസറിന് ഈ പട്ടികളെങ്കിലും ഈ നായകളെങ്കിലും കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ധനികൻ മരിച്ചപ്പോഴോ അയാൾക്ക് ഒരു ആശ്വാസവും ലഭിക്കുന്നില്ല. നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കുവാൻ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയുള്ള അവസ്ഥകളിൽ എത്തുന്ന മനുഷ്യരെപ്പറ്റി നമ്മൾ പറയുന്നതാണല്ലോ അങ്ങനെ. അതെ, മാത്രവുമല്ല അയാൾ മനസ്സിലാക്കുന്നു അയാളുടെ ധനം അയാൾക്ക് രക്ഷ നൽകാതിരുന്നത് പോലെ അയാളുടെ സഹോദരങ്ങളെയും ഈ ലോകത്തിൻ്റെ ധനം രക്ഷിക്കുക ഇല്ലെന്നുള്ളത്. ഈ ഒരു ചിന്തകളൊക്കെ അയാളെ ഒത്തിരി നരക യാതനയിലേക്ക് എത്തിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ധനവാന് ഇത്രയൊക്കെ സൗകര്യമുണ്ടായിട്ടും ഈ വേദനയിലൂടെ കടന്നു പോകേണ്ടി വരുന്നത്? കാരണം അയാൾ തൻ്റെ പടിവാതിൽക്കലുള്ള, തൻ്റെ ചുറ്റുപാടുമുണ്ടായിരുന്ന മനുഷ്യരുടെ വേദനകളെ അവഗണിച്ചു. അയാൾക്ക് അവരെ സഹായിക്കുവാനായിട്ടുള്ള കഴിവുണ്ടായിരുന്നു. പക്ഷേ അയാളുടെ ഹൃദയം അതിന് അനുവദിച്ചില്ല. സ്നേഹമുള്ളവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നു, നമ്മുടെ ധനമോ നമ്മുടെ സുഖമോ അല്ലെങ്കിൽ സമൂഹത്തിലെ നമ്മുടെ സ്ഥാനമോ ഒന്നുമല്ല നമ്മളെ ജീവിതത്തിൽ അവസാനം വരെ സഹായിക്കുന്നത്. മറിച്ച് അവരനോടുള്ള പരിഗണന, അവരുടെ ദുഃഖങ്ങൾ, വേദനകൾ കാണുവാനായിട്ടുള്ളൊരു തുറവി. നമ്മുടെ ചുറ്റും ഒത്തിരി മനുഷ്യർ ഇങ്ങനെ സഹിക്കുന്നുണ്ട്. അത് മറ്റ് രാജ്യങ്ങളിലാകാം, അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്താകാം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ തന്നെയാകാം. ഈ സഹിക്കുന്ന ഈ മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ടോ? അതോ നമ്മൾ അവരെയൊക്കെ ഈ ധനവാനെ പോലെ നമ്മൾ നമ്മുടെ കണ്ണുകളും ഹൃദയവുമൊക്കെ അടച്ചിടുകയാണോ? സന്തോഷിക്കുക, ആഘോഷിക്കുക, ധനമുണ്ടാവുക എന്നുള്ളതൊക്കെ തെറ്റൊന്നുമല്ല. പക്ഷേ അവിടെയൊക്കെ മറ്റുള്ളവരെ കൂടി പരിഗണിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണം. നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ നിയമങ്ങൾ, നമ്മുടെ ആചാരങ്ങൾ ഒക്കെ എല്ലാം നല്ലത് തന്നെയാണ്. പക്ഷേ അതൊക്കെ അവരനോടുള്ള പരിഗണന ഇല്ലാതെ അനുഷ്ഠിക്കുമ്പോൾ അതിനൊന്നും അർത്ഥം ഉണ്ടാവുകയില്ല. അതൊന്നും നമ്മളെ രക്ഷിക്കുകയുമില്ല. പരമപ്രധാനമായിട്ടുള്ള ചോദ്യം, നീ മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിൽ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിൽ, മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നതിൽ ധനവാനാണോ? നിറവുള്ളവനാണോ? കാര്യങ്ങൾ മുന്നിൽ കണ്ട്
അതിനനുസരിച്ച് നമ്മുടെ സാഹചര്യങ്ങളെ നമുക്ക് നന്മയ്ക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുമോ? സ്വർഗമെന്നുള്ളത് ദൈവത്തിൻ്റെ സമ്മാനമാണ്. അത് അപരനോട് സ്നേഹവും അനുകമ്പയും നീതിയുമൊക്കെ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ നല്ല പ്രവൃത്തികൾ അത് ദൈവത്തിലേക്കുള്ള സ്വർഗത്തിലേക്കുള്ള പാലമാണ്. സ്നേഹമുള്ളവരെ, ഒത്തിരി മനുഷ്യർ വേദന അനുഭവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കും ഇങ്ങനെ അപരനിലേക്കും ദൈവത്തിലേക്കും പാലം പണിയുന്നവരാകാം. നന്മയുടെ, അനുകമ്പയുടെ, സ്നേഹത്തിൻ്റെയൊക്കെ പാലം. അങ്ങനെ വരുമ്പോൾ നമുക്കും ദൈവത്തിലേക്കുള്ള വഴി തെളിയും. നമുക്കും ദൈവത്തിൻ്റെ മടിത്തട്ടിൽ ദൈവം നൽകുന്ന ആ പരമമായിട്ടുള്ള സന്തോഷം അനുഭവിക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. ദൈവം നമ്മെല്ലാവരെയും അതിന് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.